ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രവാസികളായ ആളുകൾക്ക് പൊതുവെ സംഭവിക്കുന്ന 3 അബദ്ധങ്ങളെ കുറിച്ചാണ്. 3 വലിയ മണ്ടത്തരങ്ങൾ. ഈ മണ്ടത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വലിയതായ നഷ്ടം പ്രവാസികൾക്ക് അത് അനുഭവിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ലൈഫിൽ ഏറ്റവും അധികം ദുഃഖമുണ്ടാക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മുൻഗാമികളായ ആളുകളിൽ സംഭവിച്ച് അവരിന്ന് ഖേദിച്ചുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നേരെ വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായി, കല്യാണം കഴിഞ്ഞൊരു 10-20 വർഷമൊക്കെ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നാട്ടിലുള്ള കുടുംബത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ, അവർക്ക് ഫോൺ വിളിക്കാതെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ പെട്ടുകൊണ്ട് സ്വന്തം ഭാര്യയെയും മക്കളെയും തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ആണുങ്ങളുണ്ട്. അവർക്ക് 2 രീതിയിലാണ് അങ്ങനെ നോക്കാതിരിക്കുക. ഒന്ന്, ഗൾഫിൽ വന്നിട്ട് വേറെ ആളുകളുമായി, ലേഡീസുമായൊക്കെ ബന്ധം പുലർത്തി ഇത്തരം അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് കുടുംബത്തെ മറന്ന് ജീവിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അവർ അത്തരം തെറ്റായ വഴിയിലേക്കൊന്നും പോണില്ല, പക്ഷേ സ്വന്തം കുടുംബത്തെ എന്തോ ചില വാശിയുടെ പേരിൽ, ഒന്നെങ്കിൽ ജ്യേഷ്ഠനോ അനിയനോ അവരുടെ വേറെ കുടുംബക്കാരെന്തെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പെങ്ങന്മാരെന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുംബം, ഏത് സാഹചര്യത്തിലാണെങ്കിലും കെട്ടിയ പെണ്ണില്ല, നിങ്ങൾ കെട്ടിയ പെണ്ണ്, ആ പെണ്ണിനെ കയറില്ലാതെ കെട്ടിയിടുന്ന ഒരവസ്ഥ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവൾക്ക് വിളിക്കില്ല, പൈസ അയച്ചു കൊടുക്കും, പൈസ കിട്ടിയാന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കും, ഇനി വിളിച്ചാൽ തന്നെ മക്കളോട് സംസാരിക്കും, ഭാര്യയോട് സംസാരിക്കില്ല. ഇങ്ങനെ കുടുംബത്തെ മനഃപൂർവ്വം അവഗണിച്ച് ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കുന്ന ആൾക്കാരില്ലേ, ആരോഗ്യമുള്ള കാലത്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വൈകുന്നേരങ്ങളിൽ, അതായത് ജീവിതത്തിൻ്റെ വയസ്സായിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് ഈ ഭാര്യങ്ങളെ തിരിഞ്ഞു നോക്കില്ല. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എത്ര കേസ് വേണമെങ്കിൽ പരിശോധിച്ചോ, വീട്ടിൽ കയറ്റുന്നില്ല അല്ലെങ്കിൽ ഭാര്യ നോക്കുന്നില്ല എന്ന് പറയുന്ന കേസിലൊക്കെ ആയ കാലത്ത് ഇവർ കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരേക്കാരം. പൈസ അയച്ചു കൊടുക്കും, കുട്ടികളെ കാര്യങ്ങൾ അന്വേഷിക്കും, ഭാര്യയോട് മര്യാദയ്ക്ക് സംസാരിക്കുക കാര്യങ്ങളില്ല, അവളെങ്ങനെ അവഗണിച്ച് ജീവിക്കുന്ന ആൾക്കാർ. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, പ്രവാസിയുടെ ദാമ്പത്യം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതിൻ്റെ താഴെ പ്രവാസി ഭാര്യമാർ ചെയ്ത കമൻറ്റ് 200 കമൻറ്റ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഈ ഒരവസ്ഥയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി, ഭർത്താവ് മെയിൻറ്റെയിൻ ചെയ്യണില്ല, സംസാരിക്കണില്ല, നല്ലൊരു വാക്ക് പറയാൻ വേണ്ടി കൊതിക്കും, പക്ഷേ പറയണില്ല, അയാളങ്ങനെ അവിടെ ജീവിക്കുന്നു, രാവിലെ ആവുന്നു വൈകുന്നേരം ആവുന്നു ഞാൻ ജീവിക്കുന്നു, അങ്ങനെ പറയുന്ന ഒരുപാട് കമൻറ്റുകളുടെ മക്കളെ. ഞാൻ പറയുന്നു, ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അവർ അനുഭവിക്കും. സ്വന്തം കുടുംബത്തെ മറന്നിട്ടുള്ള ഒരു ജീവിതവും അതിന് പ്രതികാരം ചെയ്യാതെ കാലം കടന്നു പോവില്ല. അങ്ങനെ ആരെയും ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രവാസി ഭാര്യ എൻ്റെ വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത്, ഷാർജയിൽ ഗ്രോസറി നടത്തുന്ന ഒരു ചങ്ങായി അയാളുടെ ജ്യേഷ്ഠൻ്റെ വാക്ക് കേട്ടിട്ട് കഴിഞ്ഞ് 7 മാസമായിട്ട് ഭാര്യയെ വിളിക്കണില്ലാന്ന്. ഒന്ന് ആലോചിച്ചേക്ക്, ഭാര്യയും മക്കളും നാട്ടിൽ ഇയാളെ വിളിയും കാത്തിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ വോയിസ് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിന്തിച്ചോ, വലിയ പ്രയാസങ്ങൾ വരും, പഠിച്ചവൻ പരീക്ഷിക്കും, സൂക്ഷിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഒരുപാട് പ്രവാസികൾ നിങ്ങളെ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് നല്ല രീതിയിൽ സമ്പാദിച്ചുണ്ടാക്കിയ പൈസ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അതിന് കൊടുക്കുന്ന സമയത്ത് പേപ്പറോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല, ജസ്റ്റ് പൈസ വിശ്വാസത്തിൻ്റെ പേര് കൊടുക്കും. ആ കൊടുത്ത പൈസ വാങ്ങിയ ആള് അയാളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വിസ പുതുക്കാനോ അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കാനൊക്കെ ഉപയോഗിച്ച് പിന്നെ ബിസിനസ്സിൽ നഷ്ടം വന്ന് ഒരു തുമ്പില്ലാതായി പോകുന്ന അവസ്ഥ. അങ്ങനെ അധ്വാനിച്ച പൈസ തുമ്പില്ലാണ്ടായി പോയി ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടത് ഞാനൊരു മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇതിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പാർട്ണർഷിപ്പ് ചേരുന്ന സമയത്ത് അതിന് വ്യക്തമായി പേപ്പർ ഉണ്ടാക്കണം. ഇവിടെ നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ, ലൈസൻസിൽ പേര് ചേർക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ, പല ആളുകാരും ഒരു ലൈസൻസിൽ പേര് ചേർക്കണമെങ്കിൽ ഫീസ് വലിയ ഫീസാവും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ ദിർഹമിന് ഈക്വലായിട്ടുള്ള പൈസ നാട്ടിലെ രൂപയിലാക്കിയിട്ട് മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുക. അപ്പോൾ ആ വീടിന് താഴെ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളത്, ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ചേർന്ന് നഷ്ടം വന്നാലോ, ലാഭം മാത്രമല്ല നഷ്ടം വരാലോ, അപ്പോൾ ഈ പൈസ പിന്നെ എങ്ങനെ ചോദിക്കാം? ഒരിക്കലും അങ്ങനെയല്ല മക്കളെ. ബിസിനസ്സിലെ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പാർട്ണർഷിപ്പ് കൂട്ടണം, ആ കടയുടെ മൊത്തം വില കെട്ടണം ആദ്യം. ഒരു സ്ഥാപനത്തിന് 1 ലക്ഷം ദിർഹംസാണ് ഇന്നത്തെ മതിപ്പ് വില, അല്ല സാധനങ്ങൾ മൊത്തത്തിൽ 1 ലക്ഷമാണ് വിലയെങ്കിൽ, നിങ്ങൾ ആൾക്ക് 10,000 ദിർഹംസാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ 10% ഓണറാണ്. നാളെ പിറ്റേന്ന് ഈ സ്ഥാപനം നഷ്ടത്തിലായത് കച്ചവടം ചെയ്യുന്ന സമയത്ത് ഇത് 50,000 ദിർഹംസിനാണ് ഈ സ്ഥാപനം വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ 10% 5,000 ദിർഹംസ് നിങ്ങൾക്ക് എന്താ പറയുക അർഹതപ്പെട്ടതാണ്. അല്ലാതെ നഷ്ടം വിചാരിച്ചുകൊണ്ട് നഷ്ടം പെട്ടുന്ന സമയത്ത് നിങ്ങൾ പൈസ പോയി എന്ന് പറഞ്ഞ് പിന്നെ അയാൾ സ്ഥാപനം വിൽക്കുമ്പോൾ അതിൻ്റെ മൊത്തം പൈസ അയാൾക്ക് ഹലാലല്ല. ഇയാളുടെ 10% അയാളുടെ സ്വത്തിൽ എന്നും കിടക്കും. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ
പാർട്ണറായി നിൽക്കുന്ന ആൾ മരിച്ചാൽ പോലെ ആൾ കുടുംബത്തിൽ അതിൻ്റെ വരുമാനം മാസം മാസം എത്തണം. അതാണ് പാർട്ണർഷിപ്പ്. അതിന് പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കണം, ബന്ധം മാത്രം പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ ചുരുക്കം, കുടുംബ ബന്ധം സൗഹൃദം വിചാരിച്ച് ഇതുപോലെ പാർട്ണർഷിപ്പ് ചേരുന്നതോടൊപ്പം പേപ്പർ കാര്യങ്ങൾ മസ്റ്റായി ഉണ്ടാക്കുക. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അടുത്തുള്ള ടൈപ്പിംഗ് സെൻറ്ററിൽ പോയാൽ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും. കരാറുണ്ടാക്കുക, സാക്ഷികളൊക്കെ വെച്ചിട്ട് കരാറുണ്ടാക്കി വെക്കുക. ഇങ്ങനെ പണം കൈകാര്യം ചെയ്ത് ബന്ധം നഷ്ടപ്പെട്ട കുടുംബക്കാരെ, സുഹൃത്തുക്കൾ ഒരുപാട് പ്രവാസ ലോകത്ത് കാണാൻ പറ്റും. അത്തരം ഒരു പ്രവാസി ആവണോ വേണ്ടേ നിങ്ങൾ തീരുമാനിക്കുക. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, വളരെ സങ്കടകരമായ അവസ്ഥ. പല പ്രവാസികൾക്കും അവരുടെ ദൈനംദിന മാസത്തിലുള്ള ചെലവ് കാര്യങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ സേവിങ്സ് എടുത്താക്കാൻ പറ്റാത്ത ഭൂരിപക്ഷം പ്രവാസികൾ, പ്രത്യേകിച്ച് കൂലിപ്പണി എന്ന് പറഞ്ഞ പോലെ കഫ്റ്റീരിയ, ഗ്രോസറി, സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാസ സാലറി വളരെ കുറവായിരിക്കും. അവർ ചിലവ് വീട്ടിലെ എല്ലാ പ്രയാസങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ എല്ലാ മാസം കടം ഉള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വരുമാനം സേവിങ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഇതിൽ പ്രായമായ ആൾക്കാരുണ്ടാവും. ഇവർ നാട്ടിൽ പോകാൻ പറ്റാത്ത എന്താണ്, ഇവിടുന്ന് ഒന്നും സേവിങ്സ് ഇല്ലാത്തവണ് നാട്ടിൽ പോയിട്ട് എന്ത് എന്ന അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 5-6 വർഷമായി ഞാൻ നേരിട്ട് ഇടപെട്ട് എനിക്ക് ഉറപ്പുള്ള കാര്യം ഞാൻ പറയുന്നു. ഈ പ്രവാസി പെൻഷൻ എന്ന സംഭവമല്ലേ, ഈ പ്രവാസി പെൻഷൻ എന്ന ആ ഒരു സംഭവത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 3500 ദിർഹം മുതൽ 4000-5000 ഒക്കെ എല്ലാ മാസം കിട്ടും. ഇത് പ്രവാസികൾക്കുള്ള ഒരു അവകാശമാണ്. ഇതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിൻ്റെ സംഭവമല്ല. കേരളം പ്രവാസികൾക്ക് കൊടുക്കുന്ന കരുതലാണ് പ്രവാസി പെൻഷൻ. അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന് താഴെ നിങ്ങളൊന്ന് നോക്കൂ. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മാസം 3000 കിട്ടിയിട്ട് 4000 കിട്ടുന്നുണ്ട്. ഇത് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇതിനെക്കുറിച്ച് നെഗറ്റീവായി പല ആൾക്കാർ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇപ്പോഴും പറഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ അത്രക്കാരോട് പറയും, നിങ്ങൾക്ക് ചേരാൻ താല്പര്യമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇത് സർക്കാർ പ്രവാസികൾക്ക് ആ ഒരു എത്തുന്ന സമയത്ത് കൃത്യമായി അടച്ചു കഴിഞ്ഞ ആളുകൾക്ക് കൃത്യമായി പെൻഷൻ കിട്ടും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഇതിലേക്ക് ചേരുക. അത് ചേരാൻ വേണ്ടി നിങ്ങൾ നാട്ടിലെ അക്ഷയ സെൻറ്ററിലേക്ക് കുട്ടികളെ ഡോക്യുമെൻ്റ് ആയിട്ട് പറഞ്ഞേക്കുക. പാസ്പോർട്ട് കോപ്പി, എമിറേറ്റ്സ് ID കോപ്പി, ആധാർ കോപ്പി. UAE ആൾക്കാർ, ബാക്കി ഗൾഫ് രാജ്യങ്ങളിലെ ആൾക്കാർ എമിറേറ്റ്സ് IDക്ക് പകരം അവരെ നാട്ടിൽ ഈ കാമയുടെ കോപ്പി കൊടുക്കുക. 2 വർഷം വിദേശത്ത് 2 വർഷത്തിൽ കൂടുതൽ നിന്ന ആളുകൾക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. എക്സ് പ്രവാസികൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും. മാസം 350 രൂപയാണ് ഗൾഫിൽ നിലവിലുള്ള ആൾക്കാർ കൊടുക്കേണ്ടത്. പഴയ പ്രവാസികളാണെങ്കിൽ വിസ ഇല്ലാത്ത ആളുകൾ 300 രൂപയാണ് എല്ലാ മാസം എടുക്കേണ്ടത്. 60 വയസ്സ് വരെ അടക്കുക. 55 വയസ്സിൽ മുകളിലുള്ള ആൾക്കാർ ജോയിൻ ചെയ്താൽ 5 വർഷം എടുക്കുക. അപ്പോൾ 56 ചേരുന്ന ആൾ 61 വയസ്സ് വരെ അടക്കുക. അങ്ങനെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ നമ്മൾ പിന്നാലെ ഒന്നും പറയില്ല. അതുപോലെ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു സംഭവമാണ് പ്രവാസി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഈ 13 തരം അസുഖങ്ങൾ അവർ പറയുന്നുണ്ട്. ഈ പറയുന്ന ഹാർട്ട് റിലേറ്റഡ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പിന്നെ ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ, ഇത്തരം അവസ്ഥകൾ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ അടിയന്തര സഹായം ക്യാഷായിട്ട് കിട്ടുന്ന സംഭവമാണ് ഈ പ്രവാസി ഇൻഷുറൻസ്. അതിലേക്ക് ചേരുക. ഇതൊന്നും നമ്മൾ പിന്നാലെ ഇടുന്ന ആരും പറയില്ല. ഇതൊക്കെ സ്വയം കണ്ടറിഞ്ഞ് ചെയ്യുക. ഈ പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയേണ്ട ആൾക്കാർ അക്ഷയ സെൻറ്റർ വഴി ചെയ്യാം. അതല്ലെങ്കിൽ ഗൾഫിൽ ഇത് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സ്വകാര്യ ടൈപ്പിംഗ് സെൻറ്റർ നമ്പറോട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കുറച്ച് ഡിലേ അയക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക. ഒരാൾ നമ്മൾ പിന്നാലെ നടന്ന് പറയില്ല. എൻ്റെ ഈ വിഷയത്തിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആരോഗ്യമുള്ള കാലത്ത് അറിയുന്ന പല ആളുകളെ അറിയിച്ചു കൊടുക്കുക. ഒരാളെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ അയാൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉപകാരം കിട്ടിയാൽ ആ സമയത്തുള്ള ഒരു അച്ചങ്ങായി പറഞ്ഞുകൊണ്ടാണല്ലോ മാഷാ അല്ലാഹ്. അപ്പം അവരൊരു പ്രാർത്ഥന നമുക്കുണ്ടാവും. അത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. ഇതുപോലെ UAE പ്രവാസികളുമായി, പൊതുവായി ഗൾഫ് പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. അല്ലാഹു യുബാരിക് ഫീന വഫീക്കും. അസ്സലാമു അലൈക്കും.